തിരുവനന്തപുരം ഹണ്ടിങ്ങിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. അതിൻ്റെ ഡേറ്റും ഏതൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇവിടെ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എഴുതിയാണോ എന്ത് രസമല്ലേ ഇവിടെ അല്ലേ? ഇവിടെ രാത്രി ഒന്ന് സ്റ്റേ ചെയ്യണം എന്തായാലും. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം കേട്ടോ. കൊച്ചുങ്ങളൊക്കെ ചെറിയ കൊച്ചുങ്ങളാണെങ്കിൽ പോലും നമുക്ക് അവരെ കയറി ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. വലിയ റിസ്ക് ഉള്ള സ്ഥലങ്ങളൊന്നും അല്ല. അടിപൊളിയാണ്ട കൂട്ടുകാരെ, അടിപൊളി വാട്ടർഫോളാണ്. ഒരു കാര്യം എടുത്ത് പറയാനല്ല, നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെ അല്ല കേട്ടോ, നേരിട്ട് കാണണം. നല്ല അടിപൊളി തണുപ്പാട്ടോ. ഇവിടെ ഇറങ്ങി കുളിക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇവിടെ വന്നിട്ട് നമുക്ക് ഇറങ്ങാതിരിക്കുന്ന ഒരു മൈൻഡ് കിട്ടിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള, നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോണെയാണ്. ഒരു തോർത്തോലും ഇല്ല തുടക്കാൻ. ഇതൊരു പ്രൈവറ്റ് വാട്ടർഫാൾ പോലെയുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഹലോ നമസ്കാരം, ബ്രൗൺ ആണ്. എർത്തല ഫുഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് വിക്ലോലുള്ള കൂളാലിംഗോ വാട്ടർഫോൾസിലേക്കാണ് ഇന്ന് പോകുന്നത്. ഈ വാട്ടർഫോൾസ് ഒരു ഹിഡൻ വാട്ടർഫോൾസ് ആണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വാട്ടർഫോൾസ് ആണ്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് വിക്ലോ മൗണ്ടെയിൻസിലാണ്. അപ്പോൾ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലേസിൽ നമ്മൾ എത്തി. അപ്പോൾ അവിടെ എത്തിയപ്പോഴത്തേക്കും ജസ്റ്റ് ഒരു ആ വ്യൂസൊക്കെ ഒന്ന് കാണാൻ വേണ്ടി വണ്ടി നിർത്തിയതാണ്. അപ്പോൾ നമ്മുടെ വോൾഗാച്ചിയും അതുപോലെ തന്നെ ലീയപ്പനും കൂടി അവിടെ നിന്ന് പതിപോലെ എന്താ പറയുക ബ്ലൂബെറീസ് പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് അങ്ങോട്ടൊന്ന് ആദ്യം പോയിട്ട് വരാം. അതിനുശേഷം നമുക്ക് നേരെ വാട്ടർഫോൾസിലേക്ക് പോകാം. അതോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു വ്യൂസും ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഓക്കെ, കം ഓൺ. അപ്പോൾ കൂട്ടുകാരെ, ഇവിടുത്തെ ആ ഒരു വ്യൂ, നമ്മൾ ആ ഒരു വിക്ലോയിലേക്ക് നമ്മൾ കയറി തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങോട്ടുള്ള ഒരു ഗ്രീനിഷ് തന്നെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഗ്രീനിഷ് ആട്ടോ. ഒരു പ്രത്യേക ഭംഗിയാണ് ഇവിടുത്തെ ഒരു ഗ്രീനിഷ് ഒക്കെ കാണാൻ തന്നെ. എന്താ പറയുക, വരുന്ന വഴി തന്നെ അടിപൊളി, എന്താ സൂപ്പർ റൂട്ടാണ് ഇങ്ങോട്ടുള്ള റൂട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് കേട്ടോ ഒരു വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ഇവിടെ പൈൻ ഫോറസ്റ്റും കാര്യങ്ങളും ഇവിടെ കൂടുതലുണ്ട്. ഇവിടെ ഒരുപാട് പൈൻസ് ഇവിടെ നിന്ന് വെട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളിങ്ങോട്ട് വരുമ്പോൾ തന്നെ പൈൻസൊക്കെ ഈ വെട്ടുന്ന കൂട്ടത്തിൽ തന്നെ അവർ പുതിയ പൈൻ മരങ്ങൾ നട്ട് വരുന്ന സംഭവങ്ങളൊക്കെ കാണാൻ പറ്റി. ഓക്കെ, ഇവിടെ എന്തോരം പറിച്ചടാ? ഓ അടിപൊളി. ഇത് കഴിക്കണം, നമുക്ക് കൊണ്ടുപോവാം. കാഡ്ബറിയാ? ആ, കാഡ്ബറി. ഓക്കെ, ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം പോയപ്പോഴത്തേക്കും നമ്മൾ ആ ടവറിൽ പോയപ്പോൾ കഴിച്ചത്. അവിടെ നല്ല മധുരമായിരുന്നു. ഇത് ഇത്തിരി പുളി ഉണ്ടെന്ന് തോന്നുന്നു. ഞാൻ കഴിച്ചപ്പോൾ ഇത്തിരി പുളി വന്നായിരുന്നു. അടിപൊളി വ്യൂ ആണ് ഇവിടെ. അപ്പം നമ്മുടെ ലീയപ്പനാണ് ഇത് കാണിച്ചു തന്നെ. അപ്പോൾ അത് കണ്ടോ, ഇവിടെ ഒരു കുഞ്ഞിന് ഡയപ്പർ ഇവിടെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇനി മറന്നു പോയതാണോ എന്താണെന്ന് അറിയില്ല. അപ്പോൾ എന്താ പറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാണ്ടിരിക്കുക. ഇപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ഇത്രയും സ്ഥലത്ത് പോയിട്ടും ആദ്യമായിട്ടാണ് ഒരു ഡയപ്പർ നമ്മളിങ്ങനെ വഴിയിൽ കിടക്കണ കാണുന്നത്. അത് മറന്നുപോയതാണോ ഇനി മനപ്പൂർവ്വം ഇട്ടിട്ട് പോയതെന്ന് അറിയാൻ പാടില്ല. അപ്പോൾ നമ്മളത് ചെയ്യാണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഇതുവരെ അങ്ങനത്തെ ഒരു സംഭവം കണ്ടിട്ടില്ല. ഒരു വേസ്റ്റ് പോലും നമ്മൾ വഴിയിലൊന്നും കിടക്കണ കണ്ടിട്ടില്ല. ഇതിപ്പോൾ ജസ്റ്റ് ആദ്യമായിട്ട് കണ്ടൊരു സംഭവമാണ് എവിടെയെങ്കിലും പോകുമ്പോൾ. ഓക്കെ, ഇത് ഫുള്ള് പൈൻ ഫോറസ്റ്റ് ആട്ടോ. അടിപൊളി. ഇവിടുന്ന് ഒരുപാട് പൈൻ മരങ്ങൾ ഇവിടുന്ന് വെട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്തായാലും വെട്ടിക്കുന്നതുകൊണ്ട് പോകുന്നതിൻ്റെ ഒപ്പം തന്നെ അത് പുതിയ പൈൻ മരങ്ങൾ നടുന്നുണ്ട് കേട്ടോ. ഫുള്ള് പൈൻ ഫോറസ്റ്റാണ്. അപ്പോൾ ഈ ഒരു വ്യൂ പോയിന്റിൽ നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ഈ ഒരു വ്യൂ പോയിന്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇവിടെയൊക്കെ വെച്ചൊരു ഒരു ക്യാമ്പിങ് ഒരു സ്റ്റൗവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയൊരു ചായയൊക്കെ വെച്ച് കുടിച്ച് നിൽക്കാൻ തന്നെ പ്രത്യേക ഒരു വൈബായിരിക്കും. സത്യം പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ക്യാമ്പിങ് സ്റ്റൗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനത്തെ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അത് എടുത്തില്ല. ഓക്കെ, സാധാരണ നമ്മൾ ലോങ്ങിൽ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴാണ് അങ്ങനെ എടുക്കാറുള്ളത്. പക്ഷേ എടുത്തേച്ചെങ്കിൽ ഇപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ച് നിൽക്കായിരുന്നു ഇവിടെ. കൂട്ടുകാരെ, നമ്മൾ ഫൈനലി നമ്മളുടെ ആ ഒരു സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. കാടിൻ്റെ ഉള്ളിലുള്ള ഹിഡൻ ആയിട്ട് നിൽക്കുന്ന ഒരു വാട്ടർഫോളിലേക്ക്.
ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ ഫാമിലീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഇതിൻ്റെ അടുത്ത് തന്നെ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം ഞാൻ പറയാം. ഇതിൻ്റെ അടുത്ത് ഒരു സ്പോട്ടും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം ഇങ്ങോട്ടാണ് അതിൻ്റെ വഴി എന്നാണ് വിചാരിച്ചത്. ഞാൻ അങ്ങോട്ടൊന്ന് കാണിച്ചു തരാം. അങ്ങോട്ട് ഞങ്ങളൊന്ന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ആ വഴിയല്ല പോകണ്ടേ, പക്ഷെ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും സോറി കുറച്ച് കാറുകൾ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്കും അവിടെ പാറ കൊണ്ട് തന്നെ ഒരു പൂളിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ലൊരു വൈബാണ്. അപ്പോൾ അവിടെ ഞാൻ ആദ്യം നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് പോകാം. കൂളാലിംഗോ വാട്ടർഫോൾ. കറക്റ്റ് പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, എന്തായാലും ഇത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അത് പോകുന്നത് ഈ ഒരു റൂട്ടാണ്. ഈ ഒരു റൂട്ടാണത് പോകുന്നത്, കാണാനുണ്ടോ? ഈ ഒരു വഴിയാണത് പോകുന്നത്. പക്ഷേ അങ്ങോട്ടല്ല പോകേണ്ടത്. നമുക്ക് പോകേണ്ടത് നമ്മൾ കാറിനെ ഇവിടെ പാർക്ക് ചെയ്തിട്ട് കുറച്ച് വരുന്ന വഴി തന്നെ അങ്ങോട്ട് തിരിച്ച് നടക്കണം. അങ്ങോട്ട് ഫസ്റ്റ് ഒരു ലെഫ്റ്റിലേക്കൊരു വഴി ഉണ്ടെന്നാണ് പറഞ്ഞത്. നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരോട് ചോദിച്ചായിരുന്നു, ഇവിടെ വന്ന ആൾക്കാരോട് ചോദിച്ചു. കാരണം പെട്ടെന്ന് ഇവിടെ ആദ്യമായിട്ട് വരുമ്പോൾ നമുക്കത് മനസ്സിലാകത്തില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ മെയിൻ സ്പോട്ടിലേക്ക് ഒന്ന് ആദ്യം ഒന്ന് പോയിട്ട് വരാം കേട്ടോ. അപ്പോൾ അവിടെ വെള്ളത്തിലിറങ്ങി കുളിക്കാനൊക്കെ പറ്റും. നല്ല അടിപൊളി ക്ലിയർ വാട്ടറാണ്. സാധാരണ നമ്മൾ 1-2 സ്ഥലത്ത് ഡബിളിലുള്ള പോർസ്കോട്ട് വാട്ടർഫോളിലൊക്കെ ആണെങ്കിലും 1-2 സ്ഥലത്ത് കണ്ടേക്കണേ റെഡ് കളറിലുള്ള വെള്ളമാണ്. അപ്പോൾ നമുക്ക് ഇറങ്ങാനൊന്നും അങ്ങനെ തോന്നത്തില്ല. ഇവിടെ നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. അത് ഞാൻ നമ്മുടെ ആദ്യ സ്പോട്ട് എന്ന് പറഞ്ഞില്ലേ, ഇവിടെ സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അവിടെ പോയപ്പോഴത്തേക്കും നല്ല സൂപ്പർ വെള്ളമാണ് അവിടെ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് കുളിക്കാൻ പറ്റുമെന്ന് മനസ്സിലായായിരുന്നു. ഓക്കെ, നമുക്ക് നമ്മുടെ മെയിൻ സ്ഥലത്തൊക്കെ നമുക്ക് പോയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാറിൻ്റെ പാർക്കിംഗ് ഒക്കെ ഈ ഒരു സൈഡിലാണ് വരുന്നത്. ഈ ഒരു സൈഡിലാണ് കാറിൻ്റെ പാർക്കിംഗ് വരുന്നത്. ഇവിടെ നേരെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നത്. നേരെ അങ്ങോട്ട് തന്നെ നമുക്ക് തിരിച്ച് നടക്കണം. ഓക്കെ, നമ്മുടെ വേറൊരു വാട്ടർഫോളിൻ്റെ ചെറിയൊരു സെറ്റപ്പ്, പൂളിൻ്റെ സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞത് ഇവിടെയാണത് വരുന്നത്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ വേറൊരു സംഭവം കൂടി കാണിച്ചു തരാം. ഇവിടെ ഒരു ഹണ്ടിങ്ങിൻ്റെ ഒരു സംഭവമാണ് കേട്ടോ. ഹണ്ടിങ്ങിൻ്റെ ചെറിയൊരു ബോർഡ് കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഡേറ്റും ഏതൊക്കെ കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇവരുടെ ആ ഒരു വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. എഴുതിക്കണുണ്ടോ, ഹണ്ടിങ് ടേക്ക് പ്ലേസ് ഇൻ ദിസ് ഫോറസ്റ്റ് ഡ്യൂറിങ് ദ സീസൺ സെപ്റ്റംബർ മാർച്ച്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് നിങ്ങൾ നോട്ട് ചെയ്തതിൽ കയറി കഴിഞ്ഞാൽ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഹണ്ടിങ് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫുള്ള് ഇവിടെ ക്യാമറയിൽ ക്ലിയർ അല്ല കേട്ടോ. അത്യാവശ്യം നല്ല ഹൈറ്റിൽ എന്താ പറയുക, വെയിൽ കിട്ടി തിരിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു മാനും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഉള്ളിലുള്ള, അപ്പോൾ പുറത്തേക്ക് വരാതിരിക്കാനൊക്കെ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ അപ്പുറത്തും ഒരു ചെക്ക് പോസ്റ്റ് പോലത്തെ ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അവിടെ ആയിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ട് ട്രക്കിങ്ങിൻ്റെ ഒരു ബോർഡാണ് വെച്ചേക്കുന്നത് കേട്ടോ. ഞാൻ ആ ഒരു സിഗ്നൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇത് ഇങ്ങോട്ട് ട്രക്ക് ചെയ്യാൻ പറ്റുമോ അറിയില്ല. ഇവിടെ ഹണ്ടിങ്ങിനൊക്കെ തന്നെ ഒരു സംഭവമാണ് വെച്ചാൽ ആൾക്കാർ അവിടെ നടന്ന് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ട്രക്ക് ചെയ്തിട്ട് ആൾക്കാർ ഇവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ട്രക്കിങ്ങിൻ്റെ സെറ്റപ്പാണ്. അപ്പോൾ ഈ ഒരു ട്രക്കിങ് നമുക്ക് വേറെ ദിവസം വന്ന് ചെയ്യാം. ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് വന്നിട്ട് ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ചെയ്യാം. അവിടെ നിന്ന് നടന്ന് വരുന്നുണ്ട് ആൾക്കാർ. ഓക്കെ, അപ്പോൾ ഒരു ട്രക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്നതാണ്. ഇവിടെ ഒരു ബ്രിഡ്ജിൻ്റെ തന്നെ ഒരു തുരങ്കം പോലത്തെ സെറ്റപ്പാണ്. ഓക്കെ, ഇത് ബ്രിഡ്ജാണ് കേട്ടോ. ഓക്കെ, നമുക്ക് എന്തായാലും നമ്മുടെ മെയിൻ സ്ഥലത്തേക്ക് പോയിട്ട് വരാം. ശരിക്കും ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഇവള് പറഞ്ഞതാണ് അവിടെ വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞ് വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞതാണ്. ആ, എല്ലായിടത്തും പെറിയാണ്ടോ. ഇന്ന് മധുരമുണ്ടാന്ന് നോക്കി. അപ്പോൾ ഡ്രസ്സ് എടുത്തില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ ഇട്ട ഡ്രസ്സ് ഇട്ട് തന്നെ ഇറങ്ങാനുള്ളൊരു വൈബുണ്ട്. അതൊരു വല്ലാത്തൊരു ചതിയായിപ്പോയി. ഇട്ട ഡ്രസ്സ് ഇട്ട് തന്നെ ഇറങ്ങേണ്ടി വരും. ഇപ്പോൾ പച്ച മലയാളത്തിൽ പറഞ്ഞു, പക്ഷേ ഞാൻ കണ്ടേക്കണതേ ഇത് റെഡ് കളർ വെള്ളമാണ് കണ്ടേക്കുന്നത്. അതുകൊണ്ട് വെള്ളത്തിലിറങ്ങാൻ പറ്റും എന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. അപ്പോൾ നോക്കുന്നു. താങ്ക് യു. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു ചെറിയൊരു കട്ടിങ് കാണുന്നുണ്ട്. ഇങ്ങോട്ടായിരിക്കും പോകുന്നത് കേട്ടോ. അടിപൊളി. ആ, ഇത് തന്നെ ആ ഒരു വഴി. ഈ ഒരു വഴിയാണ് നമുക്ക് പോകേണ്ടത്. ഒരു വല്ലാത്ത ഫീലാണ് ഇവിടെ. അപ്പോൾ കൂട്ടുകാർ, നമുക്ക് ഈ ഒരു വഴിയാണ് പോകേണ്ടത്. പെട്ടെന്ന് മനസ്സിലാവില്ല കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കാറ് പാർക്ക് ചെയ്തിട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് നടക്കുക. നമ്മൾ കാറിന് അങ്ങോട്ടാണ് പോയത്. അവിടെ തിരിച്ച് ഇങ്ങോട്ട് നടന്നിട്ട് കുറച്ച് നടന്നാൽ മതി. ആ ഒരു ബ്രിഡ്ജിൻ്റെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ആ ബ്രിഡ്ജ് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റിലോട്ടൊരു വഴി അങ്ങോട്ട് ഉണ്ട്, ഉള്ളിലോട്ട്. അങ്ങോട്ടാണ് പോകേണ്ടത്. യെസ്, ഇതാണ്ടോ ഈ പോണുണ്ടോ, ഇങ്ങനെയാണ് നമുക്ക് പോകേണ്ടത്.
ഏ ഏ ഇവിടെ ആഴുമില്ല. അങ്ങോട്ട് പോണോടാ, അങ്ങോട്ട് പോണം. എന്ത് രസമല്ലേടി ഇവിടെ അല്ലേ? ഓ ഇവിടെ രാത്രി ഒന്ന് സ്റ്റേ ചെയ്യണം എന്തായാലും. എന്തായാലും പറഞ്ഞു ഇവിടെ. ഇതൊക്കെ ഇങ്ങനത്തെ സ്പോട്ടൊക്കെ കണ്ടു എപ്പോഴും നല്ലതാ. ഫയറൊന്നും വേണ്ട നമുക്ക്. തീ കൂട്ടി കത്തിക്കുന്ന ഉദ്ദേശിച്ചാണ്. ചുമ്മാ ഒരു വിളക്കത്തിനോണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കാട്ടുതീ ഉണ്ടാവും, അതാണ്. ഇത് നല്ല നല്ല പീസ്ഫുൾ പ്ലേസ് അല്ലേ? ഓക്കെ ഗൈസ്, കണ്ടോ ആ വെള്ളച്ചാട്ട സൈഡിൽ കൂടി ഇങ്ങനെ ഒഴുകി പോകുന്നുണ്ട്, കണ്ടോ? വാ, അങ്ങനെ നടന്ന് പോണായിരിക്കും. വാട്ടർഫോൾ ആയിട്ടില്ല, നേരെ മുന്നോട്ട് തന്നെ നമ്മൾ നടന്നു പോണേ കേട്ടോ. ഓ ഇതിൻ്റെ ഉത്ഭവം എവിടെ നിന്നാ അറിയാ? വാ 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 വാ, താഴത്തേക്ക് ഇറങ്ങിക്കോ. എന്നിട്ട് പിടിച്ച് മുകളിൽ കയറിയാൽ മതി. അല്ലെങ്കിൽ അത് എൻ്റെ സൈഡിൽ കൂടി മുകളിൽ കൂടി കയറി വരാം. ഞാൻ മുകളിൽ കൂടി കയറി വരാം. ഒന്ന് പിടിച്ചു പിടിക്കണ, ഞാൻ പിടിക്കാം. വാ ലിയപ്പാ, അപ്പം പിടിക്കാം വാ. എനിക്ക് അപ്പം ചവിട്ടിയെ പൊടിഞ്ഞതാ. പോ ലിയപ്പം പോ. ആ എങ്ങനെയെങ്കിലും അങ്ങനെയാണ്. ഈ സൈഡിൽ പോടാ, ഇങ്ങോട്ട് ഇറങ്ങിപ്പോ. അപ്പം പിടിക്കേ, അപ്പോൾ കൈ പിടിച്ചിട്ടുണ്ട്. പോ, ഇറങ്ങ്. നിനക്ക് കൈ സഹായം വേണോ? അയ്യോ, അപ്പം മുന്നേ പോവാടാ. അടിപൊളിയല്ലേ? ഇതുപോലെ കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഉണ്ടാ ഗൈസ് നമ്മൾ പോണത്. എന്തായാലും നമ്മളുടെ വഴി തെറ്റത്തില്ല എന്ന് തോന്നണു. ഇത് തന്നെ വഴി. ആൾക്കാർ നടന്നു പോയതും ഒക്കെ പാടുകളുണ്ട് ഇവിടെ. ഇത് അടിപൊളി ഹിഡൻ വാട്ടർഫോൾ ആട്ടോ. നമുക്ക് ശരിക്കും പറഞ്ഞു തന്നില്ലായിരുന്നെങ്കിൽ ഈ സ്പോട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റില്ലായിരുന്നു. ചതുപ്പൊന്നും അല്ലടാ. വാങ്ങിക്കോട്. നടന്നു നമ്മൾ നടന്നു. ആ, നല്ല അടിപൊളി ബെറിയാണ്ട്. മധുരമാണോ പുളിയാണോ? ഇത് നല്ല മധുരം കേട്ടോ. അടിപൊളി ബെറി. ഇനി ഇങ്ങനെ തന്നെ പോവാം. ആൾക്കാർ നടന്നു പോയേക്കണ ഒരു സെറ്റപ്പ് ഉണ്ടല്ലോ ഇവിടെ. അപ്പം എനിക്ക് തോന്നണു ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടി വരും. ആ, ഇവിടെ വന്നപ്പോഴത്തേക്കും നമുക്കൊരു കൺഫ്യൂഷൻ ആയിട്ടോ. ഈ ഒരു ഏരിയയിൽ വന്നപ്പോഴത്തേക്കും ഡോറ ബുജിനോട്. ഡോറ ബുജി, ഇതാണ് ഞങ്ങളുടെ ഡോറ ബുജി. നമുക്കിവിടെ മാപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടെ. എനിക്കൊന്നും അങ്ങോട്ട് തന്നെ ആയിരിക്കും പോകേണ്ടത്. മാപ്പ് ഒന്ന് എടുത്ത് നോക്കട്ടെ. നമ്മൾ ഏകദേശം വാട്ടർഫോൾസിന് അടുത്ത് വെച്ച് നോക്കട്ടെ. നമ്മുടെ ലീയപ്പൻ അവിടെ ചെറിയൊരു ഗുഹ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഗുഹയല്ലടാ, അത് വേരും പാറയും കൂടി നിൽക്കുന്ന ഒരു ഏരിയ ആണത്. ഗുഹയല്ലത്. എന്നാ കാണാണ്ടോ, അതാണ് അവൻ പറയണേ. ഗുഹ എന്ന് പറഞ്ഞതാണ്. അത് ഗുഹയല്ല. എന്തായാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഇവിടെ. വാടി എൻ്റെ പുറകെ വാ എടേ. ഓ ഈ സൈഡിൽ കൂടി തന്നെ നിങ്ങൾ പോരുക. ഞാൻ കാണിച്ചിരുന്ന അങ്ങോട്ട് നിങ്ങൾ പോകണ്ട കേട്ടോ. കാരണം അത് നേരെ നമ്മുടെ മലയുടെ മുകളിലേക്കുള്ള റൂട്ടാണ്.
ഒരു മരമൊക്കെ ഒടിഞ്ഞ് കിടക്കണ കണ്ടില്ലേ അത്. അപ്പോൾ ഈ ഒരു വഴി നമുക്കൊന്ന് പോയി നോക്കാം. എന്തായാലും ഇവിടെ ഫുട് പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. എടാ ഒരു വലിയൊരു മരം നോക്കിയാടേ, എടാ എന്ത് വണ്ണമല്ല ആ മരത്തിന്, വലിയൊരു പൈൻ മരം കേട്ടോ, നല്ല വണ്ണമുണ്ട് ആ മരം, നല്ല തടി. വാ വാ സമയങ്ങളല്ലേ വാ. ഇവിടെ ഏത് പ്രായക്കാരിക്കും വരാം കേട്ടോ, കൊച്ചുങ്ങൾക്കാണെങ്കിലും ഇവിടെ വരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇവിടെ തന്നെ വേറെ നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്ത സ്പോട്ടിൽ അവിടെ, ഓ എത്തി 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 സ്ഥലം എത്തി. ആ അവിടെ 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 ഇതവിടെ അവിടെ. ഓ അടിപൊളി. ഏത് പ്രായത്തിലുള്ള ആൾക്കാർക്ക് ഇവിടെ വരാം കേട്ടോ. കൊച്ചുങ്ങളൊക്കെ ചെറിയ കൊച്ചുങ്ങളാണെങ്കിൽ പോലും നമുക്ക് അവരെ കെയർ ചെയ്ത് കൊണ്ടുവരാൻ പറ്റും, വലിയ റിസ്ക് ഉള്ള സ്ഥലങ്ങളൊന്നും അല്ല. അപ്പോൾ ഈ ഒരു ഇവിടുത്തെ വെള്ളം എന്നുള്ളത് ഇവിടെ കുളിക്കാൻ പറ്റും എന്നുള്ളതാണ് അടിപൊളി. അടിപൊളി പൊളി മച്ചാനേ പൊളി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ നല്ല ഫോട്ടോഷൂട്ടൊക്കെ നടത്താൻ പറ്റിയ സ്ഥലമാണിത്. അയ്യോ ഇവിടെ വേറെ ഫാമിലി ഉണ്ട്, പടുമ്പോഴൊന്നും നടക്കത്തില്ല. ഇതാണ് വാട്ടർഫോൾ, നമുക്ക് അടുത്തേക്ക് പോവാം. ഓക്കെ ആ അവിടെ നമുക്ക് ചെന്ന് നോക്കാം. ആൾക്കാരൊക്കെ നനഞ്ഞ് തോർത്ത കൊടുത്ത് പോയണ്ടില്ലേ. ആ ഇതൊന്ന് റോട്ടിലോട്ട് ഇവിടെ നിന്നും കയറാൻ തോന്നുന്നു. പക്ഷെ കാർ പാർക്കിംഗ് നമ്മൾ ആദ്യം കാർ പാർക്ക് ചെയ്ത സ്ഥലം തന്നെയാണ് ബെറ്റർ. നമുക്കൊന്ന് അങ്ങോട്ട് പോയിട്ട് വരാം. അങ്ങനെ ഫൈനലി നമ്മൾ ആ ഒരു പ്ലേസിൽ എത്തിയിട്ടോ. അടിപൊളി. ഒരു രണ്ടുപേര് ഇരിക്കുന്നുണ്ട്. ഒരു ചെറിയ കുളിയൊക്കെ കഴിഞ്ഞിട്ടിരിക്കുവാണ്. അടിപൊളിയാണ്ട കൂട്ടുകാരെ, അടിപൊളി വാട്ടർഫോളാണ്. പിള്ളേർക്ക് വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റോട്ടെ ഇവിടെ. ഓ വാവ് നൈസ്. നല്ല ക്ലിയർ വാട്ടറാണ്, നല്ല ക്ലിയർ വെള്ളമാണ്, നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. അതെന്തായാലും നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ വരണം. നമുക്ക് എല്ലാവരും ഇവിടെ വരാം കേട്ടോ. ഷെറിനും ചിപ്പും അബിയും എല്ലാവരും ഇട്ട് നമുക്കിവിടെ വരാം. ഇല്ല വരാൻ പറ്റും ഈസി ആയിട്ട് കൊണ്ടുവരാം. ഈസി ആയിട്ട് കൊണ്ടുവരാം. ഇറങ്ങാനുള്ളൊരു ആഗ്രഹമുണ്ട്. നമ്മൾ ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല. അതെ എന്താ പറയുക, ഒരു പ്രൈവറ്റ് വില്ലയുടെ അകത്തുള്ള ഒരു വാട്ടർഫോളോ പോലെയാണ് ഇരിക്കുന്നത്. അതില് വാ. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ഷൂസൊക്കെ ഊരി ഇട്ടു ഇപ്പോഴേ. ഞാൻ ഷൂസ് ഇട്ടേക്കണം നോക്കണ്ട, ഞാനിപ്പോൾ ഊരും. ഷൂസ് അവിടെ ഊരിട്ടോ. എന്നാ പറയോ, ഷൂസ് ഊരിട്ടിട്ട് ഇങ്ങനെ വന്നാൽ മതി. ഞാനിപ്പോൾ അങ്ങോട്ട് വരുവാ. വെള്ളത്തിലൊക്കെ നല്ല അടിപൊളി തണുപ്പായിരിക്കും കേട്ടോ. നമ്മുടെ ഷൂസൊക്കെ ഊരി വെച്ചിട്ടാ. അത്ര തണുപ്പൊന്നുമില്ല. ഫ്രീസായോ? എന്തുതണുപ്പെന്ന് പറയണേ? നോർമലി തണുപ്പുണ്ട്, നല്ല തണുപ്പുണ്ട് കേട്ടോ. നീ എപ്പോൾ തെന്നി വീഴും കേട്ടാ, വഴുക്കലുണ്ട് കേട്ടാ. വാ വാ
അപ്പോൾ കൂട്ടുകാരെ, ഫൈനലി നമ്മളുടെ ആ ഒരു ഹിഡൻ വാട്ടർഫോൾസിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം എന്താ പറയുക, നല്ല അടിപൊളി തണുപ്പാട്ടോ. അവിടെ ഇറങ്ങി കുളിക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ്. ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇറങ്ങിക്കോണ്ടേ, പക്ഷേ ഭയങ്കര തണുപ്പാണ്. ഇറങ്ങണമെന്നുണ്ട്, പക്ഷെ നമ്മളെ തോർത്തോ ടർക്കി അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ല. വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇറങ്ങണില്ല, കാരണം നമുക്ക് നേരെ കാറി കയറി പോകണ്ടല്ലേ. ഇത് ഈ ഒരു സ്ഥലം എന്നുള്ളത് മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് കേട്ടോ. മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ്. ഇവിടെ വരിക, എന്താ പറയുക, വെള്ളത്തിലിറങ്ങാൻ സാധിക്കുന്നവരൊക്കെ വെള്ളത്തിലിറങ്ങുക. അപ്പോൾ എനിക്ക് ഡബിൾ മൈൻഡ് ആണ്. വെള്ളത്തിൽ ഇറങ്ങണമെന്നുണ്ട്, ഇറങ്ങണമെന്നുണ്ട്. ചിലപ്പോൾ ഞാൻ ഇറങ്ങും കേട്ടോ. കാരണം ഈ ഒരു സ്ഥലം കണ്ടിട്ട് നമുക്ക് വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പറ്റണില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അപ്പോൾ എൻ്റെ പുറകിൽ ഇതേ അവിടെ ആൾക്കാർ ഡ്രസ്സൊക്കെ മാറിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഞാൻ ചെറുതായിട്ടൊന്ന് കാണിച്ചു തരാം. കണ്ടോ, ലേഡീസാണ്. അപ്പോൾ അവരിവിടെ കുളിച്ച് ഇറങ്ങി പോവുകയാണ്. ഒന്നാമത്തെ കാര്യം, അത് ഇവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് തണുപ്പൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല. എൻ്റെ ഓപ്പോസിറ്റ് ചെറിയൊരു സ്പോട്ടും കൂടി ഉണ്ട്. അങ്ങോട്ട് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, നീ ആ ഷർട്ട് ഊരിട്. നീ ഇറങ്ങണോ? നിനക്ക് ഇറങ്ങണമെങ്കിൽ ഇറങ്ങിക്കോ. നീയപ്പോൾ അതിൻ്റെ ഷർട്ടിപ്പോൾ വെള്ളത്തിൽ പോയാനെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഒരു ചെറിയൊരു സ്പോട്ട് കൂടി ഉണ്ട് കേട്ടോ. എന്താ പറയുക, ഓ നമ്മുടെ വീടിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനത്തെ ഒരു വാട്ടർഫോൾ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. അടിപൊളി. ഓക്കെ, നമ്മൾ ഈ ക്യാമറയിൽ കാണുന്ന പോലെ നല്ല അടിപൊളി വ്യൂ ആണ്, അടിപൊളി ഭംഗിയാണ് ഇവിടെ. ഇപ്പോൾ എൻ്റെ ഫോൺ മാറിയത് കൂടി ഇപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് iPhone 13 പറ. അതെ, നല്ല തണുപ്പുണ്ട് ശരിക്കും. അതിൻ്റെ അടിയിലൊക്കെ പോയി നമുക്ക് കുളിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഏതായാലും ആ ഒരു സ്ഥലത്തേക്ക് ഒന്ന് പോയിട്ട് വരാം. ഓക്കെ, അത് വെള്ളത്തിൽ കൂടി പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എൻ്റെ ജീൻസൊക്കെ നനഞ്ഞു പോകും. ഇപ്പോൾ കാലിന് തണുപ്പ് മാറി. എടി, തണുപ്പ് മാറി കാലിൻ്റെ. ഇറങ്ങിന്ന് നീ കാല് മരവിച്ച് പോയാണെന്ന് അറിയാൻ പാടില്ല. ആ ഒരു സ്പോട്ടിലേക്ക് കൂടി നമുക്കൊന്ന് പോയിട്ട് വരാം കേട്ടോ. ദേ ഇത്ര വെള്ളമുണ്ട്. നമുക്ക് ഏതായാലും ആ സൈഡിലേക്ക് പോകണ്ട, ഈ ഒരു സൈഡിലേക്ക് നമുക്ക് ഈ സൈഡിൽ കൂടി നമുക്ക് പോവാം. അയ്യോ, ഞാനിപ്പോൾ തന്നെ വീണാനെ. എൻ്റെ ജീൻസൊക്കെ അത്യാവശ്യം നല്ലോണം നനഞ്ഞു പോകട്ടോ. അപ്പം ഞാൻ എന്തായാലും നേരെ മോളിൽ കൂടി പോകുന്നതായിരുന്നു. നേരെ മോളിൽ കൂടി പോകും, അതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ ജീൻസൊക്കെ കംപ്ലീറ്റ് നനഞ്ഞു പോകും. എന്തായാലും വെള്ളത്തിലിറങ്ങുന്ന ഡ്രസ്സ് എടുക്കാതെ വന്നത് ഭയങ്കര നഷ്ടമായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ തോന്നുന്നത്. എന്തായാലും ഫ്രണ്ട്സൊക്കെ ഇട്ട് എന്തായാലും ഒരു പ്രാവശ്യം കൂടി വരണം. നമ്മുടെ ഷെറിനും ടീംസൊക്കെ ഇട്ട് ഒരു പ്രാവശ്യം കൂടി വരണം, അബിയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ ആയിട്ടേ വരുള്ളൂ. ഇതിൻ്റെ മുകളിൽ കൂടി പോകാന്നുള്ളത് ഇങ്ങനെയൊക്കെ കയറി പോകണം. എടുക്കാം. ഓക്കെ, ഞാൻ വെള്ളത്തിൽ കൂടി പോകുന്നില്ല, അതിലേ പോകുന്നില്ല. ഞാൻ നേരെ, കാരണം എൻ്റെ ജീൻസൊക്കെ നനഞ്ഞു പോകും, അതുകൊണ്ട് ഞാൻ ഈ ഒരു വഴി തിരഞ്ഞെടുത്തു. ഇത് കൊള്ളാം. എന്തായാലും നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ. അടിപൊളി. വാവ്, നൈസ്. ചെരുപ്പില്ലാത്തതുകൊണ്ടേ ആ ഉരുളൻ കല്ലുകളൊക്കെ കാലുമ്മേലേക്ക് തുളഞ്ഞു കയറുന്നു. കല്ലിനൊക്കെ നല്ല വഴുക്കലുണ്ട്. വെരി കെയർഫുള്ളായിരിക്കുക ഇവിടെ വരുമ്പോൾ. ക്യാമറ എടുക്കുക. ക്യാമറയും ഒറ്റ കൈയൊക്കെ ആയിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ള ചേണിയാട്ടോ. ഞാൻ ഇവിടെ പിടിച്ച് ചേണിയാണത്. ഓക്കെ, ഈ സെറ്റപ്പ് കൊള്ളാം. ക്യാമറയിലൊക്കെ വെള്ളം വീണു, ബ്ലറായിട്ടോ.
ഒന്ന് തുടക്കട്ടെ. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല വഴുക്കലുണ്ട്. വെരി കെയർഫുള്ളായിട്ടിരിക്കുക. പിന്നെ വീണ് കഴിഞ്ഞാൽ കൈകാലം ഒടിയും. പാറയുടെ ഇടയിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മേ. എന്തായാലും ജീൻസൊക്കെ വേണം. ഞങ്ങൾ ഇറങ്ങിയാലെന്ന് വിചാരിക്കണേ. അപ്പോൾ വരാം. എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ എനിക്ക് പോകാൻ തോന്നുന്നു. കൊതിയാവണം ഇതിൻ്റെ ഇടയിൽ കൂടി അങ്ങനെ പോകാനായിട്ട്. പക്ഷേ മൊബൈലിൽ ഗിംബലും മൊബൈലും ഒക്കെ ഇതിൻ്റെ ഇടയിൽ പോകുക എന്നുള്ളത് നല്ല ഭംഗിയാട്ടോ. ഞാൻ പ്രത്യേകം പറയുവാണ്, ഒരു കാര്യം എടുത്ത് പറയാനല്ല, നിങ്ങൾ ക്യാമറയിൽ കാണുന്ന പോലെയല്ല കേട്ടോ. വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ്. അടിപൊളിയാണ് വ്യൂ എന്നുള്ളത്. നേരിട്ട് കാണണം. എന്താ പറയുക, ഒരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ പറ്റിയ ഒരു പ്രത്യേക ഒരു സ്ഥലമാണത്. എന്തായാലും ഒരു 1 ഡേ ട്രിപ്പ് നിങ്ങൾക്ക് ഒരിക്കലും മിസ്സാവില്ല ഈ ഒരു പ്ലേസ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എനിക്ക് ശരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടി പോകാൻ കൊതിയുണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം വരുമ്പോൾ നമുക്ക് ട്രൈ ചെയ്യാം. അപ്പോൾ ക്യാമറ പിടിക്കാനൊക്കെ ആരെങ്കിലും ഫ്രണ്ട്സൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ വെറുതെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടി പോയിട്ട് നമ്മൾ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഗിംബലും മൊബൈലൊക്കെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി പോണില്ല. നമുക്ക് ഇതിലൂടെ ഇറങ്ങി അങ്ങോട്ട് പോകാം. ഇവിടെ ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ മുങ്ങി പോകട്ടെ. എന്തായാലും എൻ്റെ ഒരു ആരയുടെ മുട്ടിന് മുകളിൽ എന്തായാലും ഇവിടെ വെള്ളം ഉണ്ടാവും. അപ്പോൾ അങ്ങോട്ട് വരുന്നില്ല, ഈ സൈഡിൽ കൂടി പോകുന്നതുകൊണ്ട്. ഞാനിപ്പോൾ വന്ന വഴിയല്ല പോണേ, ഞാനിങ്ങോട്ട് ഭംഗി കണ്ട് ഇറങ്ങിയതാണ്. ഈ സൈഡിൽ കൂടി പോവാം. അതുവഴി വന്നില്ലടാ, അവിടെ ഞാൻ എൻ്റെ ജീൻസൊക്കെ നനഞ്ഞു പോടാ. ആൾക്കാരൊക്കെ ഇവിടെ ഡ്രസ്സൊക്കെ ഉപേക്ഷിച്ച് പോട്ടെന്ന് കേട്ടോ. അതുപോലെ തന്നെ അവിടെയും ഒരു ഷൂസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. എന്താണ് സെറ്റപ്പ് എന്ന് അറിയില്ല. അവിടെ ഒരു ഷൂസ് കിടപ്പുണ്ട്, ഒരു നിക്കർ കിടപ്പുണ്ട്. അതിൻ്റെ മുകളിലൊന്ന് പോകണം എന്തായാലും. എന്തോ ഇറങ്ങണമെന്നുണ്ടോ? അതിൻ്റെ മുകളിൽ എന്തായാലും ഒന്ന് പോകണം. അങ്ങനെ കറങ്ങിയൊരു വഴിയുണ്ടെന്ന് തോന്നുന്നു. അതിൽ കറങ്ങിയൊരു വഴിയുണ്ട്. അതിൻ്റെ മുകളിലേക്ക് എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിൽ കൂടി വഴിയുണ്ടെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു മുകൾ ഭാഗം കൂടി ഒന്ന് കാണണമെന്നുണ്ട്. വലിയ ഹൈറ്റ് ഇല്ല, പക്ഷെ ഇവിടുത്തെ ഭംഗി എന്നുള്ള ഇവിടുത്തെ ആംബിയൻസ് വേറെ ലെവലാണ്. ഓക്കെ, നീ ഇപ്പം ഇറങ്ങിക്കോടാ. നീ ഇറങ്ങിക്കോ, ഒരു കുഴപ്പമില്ല. എന്താ പേടിയാണോ നിനക്ക്? ആഴമൊന്നുമില്ല അവിടെ. ഇറങ്ങണ്ട നീ. അപ്പോൾ കൂട്ടുകാരെ, ഇവിടെ വന്നിട്ട് നമുക്ക് ഇറങ്ങാതിരിക്കാനുള്ളൊരു മൈൻഡ് കിട്ടിയില്ല. ഇവിടെ വന്നിട്ട് അത് കുഴപ്പമൊന്നുമില്ല, മൂടി വെച്ചേക്കാം. ഇവിടെ വന്നിട്ട് നമുക്ക് ഇറങ്ങാതിരിക്കാനുള്ളൊരു മൈൻഡ് കിട്ടിയില്ല. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസാണ്. പിന്നെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള, നമ്മൾ എന്തായാലും ഇറങ്ങാൻ പോണെയാണ്. ഓക്കെ, എന്നാ വിളിച്ചു.
ദേ അപ്പു മുങ്ങി. വാച്ച് നനയല്ല. തണുപ്പ്. എങ്ങനെയുണ്ട്? തലയൊക്കെ മരവിച്ചു പോയിട്ടാ, ഭയങ്കര തണുപ്പാണ്. ഞാൻ തണുപ്പിക്കണേ. വാച്ച് നനഞ്ഞ കുഴപ്പമുണ്ടോ? ഇല്ല. ഒരു തോർത്തോലും ഇല്ല തുടയ്ക്കാൻ. ഡ്രസ് പിഴിഞ്ഞു കൊടുക്കണം. ഇതൊരു പ്രൈവറ്റ് വാട്ടർഫാൾ പോലെയുണ്ട്. നമ്മൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇവിടെ. ഇവിടെ വേറെ ആരും ഇല്ല. ഒരു പ്രൈവറ്റ് വാട്ടർഫാൾ പോലെയാണെന്ന്. നമ്മൾ മാത്രമേ ഉള്ളൂ, ചുറ്റിനും വേറെ ആരും ഇല്ല. നല്ല പ്രൈവസി ഉണ്ട്. വേണ്ടട്ടാ, ആവശ്യമില്ലാത്ത പണിക്ക് കണ്ട.
ആദ്യമായിട്ട് കുളിക്കണത്. അടിപൊളിയാണ് ഇവിടെ. ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഇവിടുത്തെ തണുപ്പ്. അടിപൊളി. അപ്പ എങ്ങാനും പോയിട്ടുണ്ട് കേട്ടാ. പടവനാവോ അപ്പ? പടവനടിക്കുന്നു. അധികം തണുപ്പില്ലേ ഇപ്പൊ? ഇപ്പൊ അധികം തണുപ്പില്ലേ ഇവിടെ? അധികം തണുപ്പില്ല വെള്ളത്തിൽ ഇറങ്ങിയതുകൊണ്ട്. വെള്ളത്തിൽ ഇറങ്ങി കയറിയിട്ട് ഇത്തിരി നേരം കഴിയുമ്പോൾ ഇറങ്ങി അധികം തണുപ്പ് തോന്നൂല. എനിക്കിവിടെ വന്നിട്ട് നല്ല തണുപ്പ് തോന്നുന്നുണ്ടല്ലോ. ഞാൻ ദേ കാല് വെറുതെ ഇങ്ങനെ ഒന്ന് മുട്ടിച്ചിട്ട് ഭയങ്കര തണുപ്പാണല്ലോ എനിക്ക്. അമ്മ ജസ്റ്റ് കാല് നനച്ചേക്കണോണ്ടാണ്. ഫുള്ളായിട്ട് ഇറങ്ങി നോക്ക്, അധികം തണുപ്പുണ്ടാവൂല. ഡ്രസ് ഇല്ലാത്തോണ്ടാ, അല്ലെങ്കിൽ ട്രൈ ചെയ്താണ്. ഭയങ്കര തണുപ്പാണ് ഇവിടെ. അപ്പതേ അവിടെ എന്താണ്ടൊക്കെ ഒപ്പിക്കണുണ്ട് കേട്ടോ. നല്ലൊരു ചെരുപ്പൊക്കെ ഇട്ടിട്ട് വരാം. വള്ളിച്ചെരുപ്പ് അങ്ങനത്തെ ഒക്കെ ചെരുപ്പില്ലെങ്കിൽ നിങ്ങളുടെ കാല് വേനെടുക്കും. നല്ല കല്ലാണ് അടിയിൽ ഇറങ്ങാൻ നേരത്തൊക്കെ. പിന്നെ അവിടെ അത്യാവശ്യം ആഴമുണ്ട്. തന്നെ ഇത്ര ആഴമുണ്ട് അവിടെ. പിന്നെ ഡ്രസ്സ് എല്ലാം ആയിട്ട് അല്ലേ, എക്സ്ട്രാ ഡ്രസ്സും. എനിക്കിനി എന്തായാലും ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് ഇനിയും വന്നം. അപ്പ എന്തോ അവിടെ കിടന്ന് കാണിക്കുന്നുണ്ട്. കാറിന് തന്നെ പോവാം. കാറിന് തന്നെ പോവാം. നീ എന്താ ചെയ്തേ?
Yeah, 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 yeah. Uയ്യോ. ഹലോ കൂട്ടുകാരെ, അപ്പം നമ്മൾ ഈ ഒരു വാട്ടർഫോളിൽ അടിച്ചു പൊളിച്ചിട്ട് എന്തായാലും നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ഒരു കൂളാലിംഗ വാട്ടർഫോൾ എന്നുള്ളത്. കറക്റ്റ് പ്രൊണൗൺസിയേഷൻ ഒന്നും അറിയാൻ പാടില്ല. അപ്പോൾ ഓക്കെ, വെള്ളത്തിനൊക്കെ നല്ല അടിപൊളി തണുപ്പാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക. നമ്മുടെ പുറകിലതെ എൻ്റെ വൈഫും കൊച്ചും പതിവ് പോലെ അവിടെ തല്ലു പിടിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ കയറാൻ നേരത്ത് ഒരു ഫാമിലിയോട് വന്നായിരുന്നു കേട്ടോ. അപ്പോൾ അവർ ജസ്റ്റ് പെട്ടെന്ന് കയറി പെട്ടെന്ന് ഇവിടെ നിന്ന് പോവുകയാണ്. പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഓക്കെ, അതിനൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ അയച്ചു കൊടുക്കുക. ഇപ്പോൾ എന്തായാലും ഒരു ഹിഡൻ വാട്ടർഫോളാണിത്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ റൂട്ടും കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോൻ്റെ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങോട്ട് വരാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കൊക്കെ അയച്ചു കൊടുക്കുക. സംസാരിക്കാൻ പറ്റാനുള്ള തണുത്തട്ടെ, അത്യാവശ്യം ആ ഒരു ബനിയാൻ തന്നെ ജസ്റ്റ് ഇന്ന് പിഴിഞ്ഞ് വീണ്ടും ഇട്ടേക്കുവാണ്. അപ്പോൾ നല്ല തണുപ്പ് വരാൻ തുടങ്ങി. ഓക്കെ, നമ്മൾ തിരിച്ചു പോകുമ്പോൾ കാർ പാർക്ക് ചെയ്ത് അവിടെ നിന്ന് ഫസ്റ്റ് ലെഫ്റ്റ് എടുത്തിട്ടാണ് നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടാണ്. അപ്പോൾ നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിൻ്റെ അങ്ങോട്ട് പോകാൻ നേരത്ത് കുറച്ചും കൂടി എളുപ്പമുള്ളൊരു വഴി കണ്ടായിരുന്നു. കാരണം വേറൊരു ഫാമിലി ഇതിലൂടെ പോകണം നമ്മൾ കണ്ടു. ആ വഴി ഞാൻ കാണിച്ചു തരാം. നമ്മൾ ആ വാട്ടർഫോൾസിന് അവിടെ നിന്ന് വരാൻ നേരത്ത് ഫസ്റ്റ് ലെഫ്റ്റ് തന്നെ തിരിച്ചു വരുമ്പോൾ ഫസ്റ്റ് ലെഫ്റ്റ് മുകളിലേക്ക് ചെറിയൊരു കയറ്റം പോലെ ഉണ്ട്, പാറയുടെയൊക്കെ മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി. അപ്പോൾ അതിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ആ ഒരു മെയിൻ റോഡിലേക്ക് എത്താൻ പറ്റും. അവിടെ നിന്ന് ഈസി ആയിട്ട് നമുക്ക് നടന്ന് കാർ പാർക്കിന് അങ്ങനെ പോകാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ പാറയുടെയും മരങ്ങളുടെയൊക്കെ ഇടയിൽ കൂടി നടന്ന് ടൈം കളയേണ്ട ആവശ്യമില്ല. അങ്ങനെ പോകാൻ ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ പോകാം കേട്ടോ. അതെ, കുറച്ചുകൂടി മുകളിലേക്ക് കയറണം. എർത്ത് ലോ ഫുഡിൻ്റെ പുതിയൊരു വീടുമായി കാണുന്നവരെ, ഇറ്റ്സ് മീ നിക്ലാസ് ബ്രൗൺ. ഗുഡ് ബൈ. ബൈ ബൈ.